റിപ്പോർട്ട് ബ്രേക്കിംഗ്. താരസംഘടന അമ്മയുടെ മാനേജർ അതുല്യയുടെ പരാതി തള്ളി ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ. അതുല്യയുടെ പരാതി പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ്. തനിക്കെതിരെ പ്രചരിക്കുന്ന പരാതികളെല്ലാം അവാസ്തവമാണ്. തൊഴിൽ തർക്കത്തിൽ തുടങ്ങിയ പ്രശ്നം ചിലർ വഴിതിരിച്ചു വിടുകയായിരുന്നു. അതുല്യയുടെ ആരോപണത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ പരാതികൾക്കും പരിഹാരം ജനറൽ ബോഡിയിൽ ഉണ്ടാകുമെന്നും കുക്കു പരമേശ്വരൻ പറഞ്ഞു. ഞാനതൊരു തൊഴിൽ തർക്കത്തിൽ നിന്ന് തുടങ്ങിയ ഒരു പരാതിയായിട്ടാണ് കാണുന്നതും അതൊരു ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്നും ഞാൻ വളരെ ഉറപ്പായിട്ട് പറയുന്നു. നിയമ നടപടികൾക്ക് പോകാൻ തന്നെയാണ് അത് പേഴ്സണലി ഞാൻ തയ്യാറെടുക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ളത് തുടങ്ങിക്കഴിഞ്ഞു. ഏത് അന്വേഷണത്തിനും പൂർണ്ണമായിട്ട് ഞാൻ സഹകരിക്കും. അത് ശാസ്ത്രീയമായ ഒരു അന്വേഷണം വേണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. എല്ലാ അർത്ഥത്തിലും അത് അന്വേഷിച്ച് പൂർണ്ണമായ ഒരു സഹകരണത്തോടു കൂടി തന്നെ ഞാൻ അതിന്റെ കൂടെ നിൽക്കും. ഞാൻ അമ്മയുടെ കാര്യമല്ല പറയണേ. എന്തായാലും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ എക്സിക്യൂട്ടീവിൽ പരിഹരിക്കാത്തതൊക്കെ ജനറൽ ബോഡി എന്ന അൾട്ടിമേറ്റ് ബേസിൽ പരിഹരിക്കപ്പെടും. അത് ചെയ്യും എന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ഇതാദ്യമായാണ് ഈ വിവാദത്തിൽ കുക്കു പരമേശ്വരൻ പ്രതികരിച്ചിരിക്കുന്നത്. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെയാണ് അതുല്യയുടെ പരാതി. അപ്പോൾ കുക്കു പരമേശ്വരൻ ഈ ആരോപണം തള്ളിയിട്ട് കാര്യമില്ലല്ലോ. അത് എങ്ങനെ അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്. അതുല്യയും നിയമ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ കുക്കുവും കടക്കുകയാണോ ലേബി? തീർച്ചയായും സ്മൃതി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അമ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നതിന് ശേഷം ഇങ്ങനെ വിശദമായി കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആദ്യമായി തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുല്യ ഏറ്റവും ഒടുവിൽ ഉന്നയിച്ചിരിക്കുന്ന പരാതി അത് പൂർണ്ണമായും അവാസ്തവമാണ്, ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞിരിക്കുകയാണ്. തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് അമ്മയിൽ തുടങ്ങിയിരിക്കുന്നത്. അതിനെ ചിലർ ബോധപൂർവം വഴിതിരിച്ച് വിടുകയായിരുന്നു. അതിന്റെ ഫലങ്ങളാണ് ഇപ്പോൾ കാണുന്നതെല്ലാം. കൃത്യമായ നിയമ നടപടി താൻ ആരംഭിച്ചു കഴിഞ്ഞു. അതുല്യയുടെ അമ്മയുടെ മാനേജരായ അതുല്യയുടെ പരാതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞ കുക്കു പരമേശ്വരൻ ഈ പരിശോധന, അതായത് പോലീസ് അന്വേഷണത്തിൽ ശാസ്ത്രീയ പരിശോധനകളെല്ലാം നടന്നു കഴിയുമ്പോൾ കൃത്യമായി പൊതുസമൂഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങൾക്കും വളരെ കൃത്യമായി കുക്കു പരമേശ്വരൻ മറുപടി പറഞ്ഞിരിക്കുന്നു. ഇതിൽ ശാസ്ത്രീയ പരിശോധന എന്ന് പറയുമ്പോൾ എന്ത് ശാസ്ത്രീയ പരിശോധനയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? കാരണം അതുല്യ പറഞ്ഞത് രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ്. അവിടുത്തെ സെക്യൂരിറ്റിയോട് കുക്കു ആവശ്യപ്പെട്ട കാര്യങ്ങൾ അത് സെക്യൂരിറ്റി ജീവനക്കാരൻ അതുല്യയെ ഫോണിൽ വിളിച്ച് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ത് ശാസ്ത്രീയ പരിശോധനയാണ് അവർ ഉദ്ദേശിക്കുന്നത്? സ്മൃതി, എനിക്ക് തോന്നുന്നു കുക്കു പരമേശ്വരന്റെ കയ്യിലും ഇത് സംബന്ധിച്ച ശബ്ദരേഖയുണ്ട്. അതായത് ഈ പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മുഹമ്മദ് കുക്കു പരമേശ്വരനുടെ ഈ കാര്യങ്ങളെല്ലാം നിരാകരിക്കുന്നതാണ് ആ ശബ്ദരേഖ. അതവർ വൈകാതെ പുറത്തു വിടുമെന്നും പറയുന്നുണ്ട്. ആ ശബ്ദരേഖ നമ്മളുടെ കയ്യിലേക്ക് അയച്ചു തന്നിട്ടുമുണ്ട്. ആ ശബ്ദരേഖയിൽ ഇത്തരത്തിൽ മുഹമ്മദുമായി കുക്കു പരമേശ്വരൻ സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കുകയും ചെയ്യാം. ഇക്കാര്യമാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. അതായത് അതുല്യ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം, അതുല്യയും മുഹമ്മദുമായി ഉള്ള സംഭാഷണമാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത്. ആ സംഭാഷണം, ആ ശബ്ദരേഖ വ്യാജമായി തയ്യാറാക്കിയതാണ് എന്നുള്ള ആരോപണമാണ് തിരിച്ചു കുക്കു പരമേശ്വരൻ പറയുന്നത്. ഇത് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ, അതിന്റെ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ. അതുകൊണ്ടാണ് ശാസ്ത്രീയ പരിശോധന, ടെലിഫോൺ ഉൾപ്പെടെയുള്ളവയുടെ ശാസ്ത്രീയ പരിശോധന വേണം എന്ന് കുക്കു പരമേശ്വരൻ ആവശ്യപ്പെടുന്നത്. ഏതായാലും അതുതന്നെയാണ് കുക്കു പരമേശ്വരൻ പറയുന്നതും. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടക്കട്ടെ, താൻ മാധ്യമങ്ങളിലൂടെ ഒന്നും പറയരുത്, അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ബൈലോ പ്രകാരം ഉള്ള ഒരു ചട്ടങ്ങളും ലംഘിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇതുവരെ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. ഇത് തന്നെ വ്യക്തിപരമായി തന്നെ ഇതിലേക്ക് വലിച്ചഴിക്കുന്ന സാഹചര്യം വന്നപ്പോൾ താൻ പ്രതിരോധത്തിലായതുകൊണ്ടാണ് ഇതിന് കൃത്യമായ മറുപടി നൽകിയത്. അതല്ലെങ്കിൽ അപകീർത്തികരമായി ഒരാളുമായി ചേർത്തുള്ള ഒരു കാര്യത്തിന് താൻ ഫോഴ്സ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ സമൂഹം തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രമാണ് അവർ പ്രതികരിക്കുന്നത്. ഏതായാലും പോലീസ് അന്വേഷണം നടക്കട്ടെ, അതിന്റെ അവസാന കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുമെന്നും പറയുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. ശ്വേതാ മേനോൻ നേരത്തെ ഒരു ആശയവിനിമയത്തിന്റെ അപര്യാപ്തത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനൊക്കെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അതങ്ങനെ ശ്വേത പറയുമെന്ന് കരുതുന്നില്ല. അങ്ങനെയുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, മുതിർന്ന അംഗങ്ങളെ, പ്രധാനപ്പെട്ട താരങ്ങളെ, മുതിർന്ന അംഗങ്ങളെ കാര്യങ്ങൾ യഥാസമയം താൻ അറിയിച്ചു തന്നെയാണ് തന്റെ പ്രവർത്തനങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വിവാദത്തിന്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ജനറൽ ബോഡി യോഗത്തിൽ തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുമെന്നും മാധ്യമങ്ങളിലൂടെ ഇതൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല
കാണില്ല എന്നും കുക്കു പരമേശ്വരൻ പറയുന്നു. ഏതായാലും വലിയ അസ്വാരസ്യങ്ങളാണ് അമ്മയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉടലെടുത്തിരിക്കുന്നത്. അത് മുന്നോട്ട് പോകുന്നത് അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അമ്മയുടെ മാനേജർ കുക്കു പരമേശ്വരനെതിരെ പരാതിയുമായി ഇന്നലെ രംഗത്ത് വന്നിരിക്കുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുക്കു പരമേശ്വരൻ രംഗത്ത് വന്നിരിക്കുന്നത്. സ്മൃതി, ശരി. ഏതായാലും പരസ്പരം ടെലിഫോൺ റെക്കോർഡുകളാണ് ഇപ്പോൾ തെളിവുകളായി, മൊബൈൽ കോൾസ് റെക്കോർഡ് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ തെളിവുകളായി കൊണ്ടുവരുന്നത്. ഇപ്പോൾ കുക്കുവും അടുത്ത ഓഡിയോ തെളിവുമായി വരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലിബി നൽകുന്നത്. ഏതായാലും രണ്ടു കൂട്ടരും നിയമ നടപടികളുമായി മുന്നോട്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്.